വലിയ നോമ്പിലെ 42-ാം ദിവസം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 44 വരെയുള്ള വചനം. ഈശോയുടെ മനുഷ്യത്വത്തെയും ദിവ്യശക്തിയെയും വെളിപ്പെടുത്തുന്ന വികാരഭരിതമായ നിമിഷം. അതായത് ലാസർ മരിച്ചു. അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയവും വലിയ ദുഃഖത്തിലാണ്. മറിയം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു പറയുക, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. മുറിവേറ്റ ഹൃദയത്തിൻ്റെ നിലവിളിയാണത്. വേദനയും നിരാശയും ഇടകലർന്ന വിശ്വാസത്തിൻ്റെ നിലവിളി. ഈശോയും വളരെ വികാരഭരിതനും അസ്വസ്ഥനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വചനം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യേശു കണ്ണീർ പൊഴിച്ചു. ഈ കണ്ണുനീർ ഈശോയുടെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അകലെയോ നിസ്സംഗനോ അല്ല. അവൻ നമ്മുടെ വേദനയിൽ പ്രവേശിക്കുന്നു. അവൻ നമ്മുടെ ദുഃഖം അനുഭവിക്കുന്നു. ജീവിതം ഭാരമുള്ളതായി തോന്നുകയും പ്രത്യാശ നഷ്ടപ്പെടുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ അവൻ നമ്മോടൊപ്പം നടക്കുന്നു. പിന്നീട് ഈശോ കല്ലറയിലേക്ക് പോയിട്ട് കല്ല് എടുത്തു മാറ്റുവീൻ എന്ന് കൽപ്പിക്കുന്നു. ഈ കല്ല് നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ ഒരുപക്ഷെ നമുക്ക് അസാധ്യമായി തോന്നുന്ന ചില തടസ്സങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഭയം, കുറ്റബോധം, പാപം, നിരുത്സാഹം, മുറിവേറ്റ ഓർമ്മകൾ, തകർന്ന ബന്ധങ്ങൾ, ഇങ്ങനെ പലതും. ചിലപ്പോൾ ഈ കല്ലുകളുമായി ജീവിക്കാൻ നമുക്ക് സുഖം തോന്നും, ഒന്നും മാറുകയില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഈ സുവിശേഷ ഭാഗത്ത് അത്ഭുതം സംഭവിക്കുന്നതിന് മുൻപ് ഈശോ വിശ്വാസത്തിനായിട്ട് അപേക്ഷിക്കുന്നു. കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. കൈകാലുകൾ കെട്ടപ്പെട്ടും മുഖം തുണികൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും ലാസർ പുറത്തു വന്നു. തുടർന്ന് ഈശോ പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവീൻ, അവൻ പോകട്ടെ. അതായത് ക്രിസ്തു ലാസറിനെ പുതിയ ജീവൻ നൽകി ഉയർപ്പിക്കുക മാത്രമല്ല, അവന് സ്വാതന്ത്ര്യം നൽകുകയും അവൻ്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ്. നോമ്പുകാലത്ത് ഈ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ശവകുടീരം പോലെ തോന്നുന്ന മേഖലകൾ ഉണ്ടാകാം. വിശ്വാസം ദുർബലമായ, പ്രത്യാശ മങ്ങിയ, പാപം പിടിപെട്ട, ആത്മീയമായി നിർജീവമായി തോന്നുന്ന ഇടങ്ങൾ. മാറ്റം അസാധ്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു സാഹചര്യവും അവൻ്റെ ശക്തിക്ക് അതീതമല്ലെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളുടെ ശവകുടീരങ്ങളിൽ പ്രവേശിക്കാൻ ക്രിസ്തുവിനെ നാം അനുവദിക്കണം. അവൻ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മെ ബന്ധിച്ചിരിക്കുന്നത് എന്തും ഉപേക്ഷിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു. നിരാശയുള്ളിടത്ത് ജീവനും, ഇരുട്ടുള്ളിടത്ത് വെളിച്ചവും, നിരുത്സാഹമുള്ളിടത്ത് പ്രത്യാശയും അവൻ കൽപ്പിച്ചു നൽകും. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് കല്ലുകൾ നീക്കം ചെയ്യാൻ ക്രിസ്തുവിനെ നാം അനുവദിക്കുമ്പോൾ അവൻ്റെ കൃപയുടെ ശക്തി നമുക്ക് അനുഭവവേദ്യമാകും. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മെ ഓരോ നാളും ഉയർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാപത്തിൽ നിന്ന് ക്ഷമയിലേക്കും, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, ആത്മീയ മരണത്തിൽ നിന്ന് പുതിയ ജീവനിലേക്കും. ഓശാനയുടെ തലേ ദിവസമായി ശനിയാഴ്ച നമ്മെ വ്യക്തിപരമായി വിളിക്കുന്ന ഈശോയുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കാം. ഈശോ അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ പുറത്തു വരൂ.
ഭയത്തിൽ നിന്ന്, പാപത്തളർച്ചയിൽ നിന്ന്, നിരുത്സാഹത്തിൽ നിന്ന്, ദൈവകൃപയിൽ പൂർണ്ണമായി ജീവിക്കുന്നതിൽ നിന്നെ തടയുന്ന എല്ലാറ്റിൽ നിന്നും പുറത്തു വരാൻ ഈശോ കൽപ്പിക്കുന്നു. കാരണം ഈശോ കൽപ്പിക്കുമ്പോൾ മരണത്തിന് അവസാന വാക്കില്ല, എന്നാൽ ജീവിതത്തിന് ഉണ്ട്. ആ ജീവിതം നമുക്ക് ഇവിടെ ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.